ഹായ് ഹലോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് റെയിൻ ഇൻ സമ്മർ എന്ന് പറഞ്ഞ 5th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് പോയിൻസിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമായിട്ടാട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, വെൻ ഡസ് ദ റെയിൻ ലുക്ക് ബ്യൂട്ടിഫുൾ? ദ റെയിൻ ലുക്ക് ബ്യൂട്ടിഫുൾ ആഫ്റ്റർ ദ ഡസ്റ്റ് ആൻഡ് ഹീറ്റ്. അല്ലേ. സെക്കൻഡ്, ഹൗ ഡസ് ദ റെയിൻ എഫക്ട് ദ പീപ്പിൾ ആൻഡ് പ്ലേസ്? ഇറ്റ് ഗിവ്സ് റിഫ്രഷ്മെൻറ്റ് and relief to pupil and place. Third question, the write some changes that you have seen after a heavy rain. ഒരു മഴയ്ക്ക് ശേഷം നിങ്ങൾ എന്തൊക്കെയാണ് കാണുക എന്നുള്ളതാണ്. പ്ലാന്റ്സ് വിൽ സ്പ്രോട്ട്, അല്ലെ, പ്ലാന്റ്സ് സ്പ്രോട്ട് ചെയ്യും വരും, വാട്ടർ ലെവൽ ഇൻക്രീസസ്, വെള്ളത്തിൻ്റെ അളവ് കൂടും, ടെമ്പറേച്ചർ കൂൾ ഡൗൺ, അല്ലേ. നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ തിങ് ഡു യു ലൈക്ക് ടു ഡു റെയിനി ഡേ? റെയിനി ഡേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് ആഗ്രഹം എന്ന്? സ്ലീപ്പിംഗ്, ഡ്രിങ്കിങ് കോഫി, ട്രാവലിംഗ്, ഇതൊക്കെ എഴുതാട്ടോ. അടുത്തത്, പിക്ക് ഔട്ട് ദ ലൈൻസ് ദാറ്റ് ഡിസ്ക്രൈബ് ദ സൗണ്ട് ഓഫ് റെയിൻ. റെയിൻ്റെ സൗണ്ട് ഡിസ്ക്രൈബ് എഴുതുന്ന വരി പോയത്തിൽ നിന്നും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 4 സ്റ്റാൻഡ്സ് ആണ് കേട്ടോ. ഹൗ ടു ക്ലാറ്റേഴ്സ് അലോങ് ദ റൂഫ് മുതൽ ഓവർഫ്ലോയിങ് സ്പോട്ട് എന്ന് വരുന്ന ലൈന് വരെ നമ്മൾ പാഠഭാഗത്ത് ഡിസ്ക്രൈബ് ചെയ്തതാണ്. എന്താണ് റെയിൻ്റെ സൗണ്ടിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വരികളാണത് കേട്ടോ. 6th ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. പോയത്തിൽ നിന്നും റൈമിംഗ് വേർഡ്സ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ പോയത്തിലുള്ള റൈമിംഗ് വേർഡാണ് ഇത് കേട്ടോ. ഹീറ്റ്, സ്റ്റീറ്റ്, ലൈന്, റെയിന്, റൂഫ്സ്, ഹൂഫ്സ്, ഔട്ട്, സ്പൗട്ട്, പവർ, റോഡ്സ്. ഇനി ആക്ടിവിറ്റി 1 നോക്കാം. യു മൈറ്റ് ഹാവ് എക്സ്പീരിയൻസ്ഡ് ദ റെയിൻ ഇൻ ഡിഫറെൻറ്റ് വേസ്. റൈറ്റ് യുവർ എക്സ്പീരിയൻസ് ബിലോ. അല്ലേ, റെയിനിലുള്ള ഒരു മഴത്തുള്ള നിങ്ങൾ പലർക്കും പല അനുഭവമാവും അല്ലേ. അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. വൺ ഡേ ഐ ഫോർഗോട്ട് ടു ടേക്ക് മൈ അംബ്രല്ല ടു സ്കൂൾ. ഓൺ മൈ വേ ദർ ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ ഹെവിലി. അപ്പോൾ അത് റീഡ് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഇവിടെ ഡ്രോ യുവർ ആൻസർ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ട് അതിൻ്റെ ആൻസർ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഐ കം ഫ്രം ദ സ്കൈ ബട്ട് ഐ എം നോട്ട് എ ബേർഡ്. ഐ ക്യാൻ മേക്ക് യു വെറ്റ് ബട്ട് ഐ എം നോട്ട് എ പൂൾ. ഐ കം ഇൻ ഡ്രോപ്പ് ബട്ട് ഐ എം നോട്ട് എ ടിയർ ഡ്രോപ്പ്. വാട്ട് ആം ഐ? ഞാൻ ആരാണെന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കടങ്കഥ പോലെ കൊടുത്തതാണ് കേട്ടോ. ഒരു എക്സാമ്പിളായിട്ട് മഴയെ കുറിച്ചുള്ള കൊടുത്തിട്ട് അതിൻ്റെ ആൻസർ എന്താണ് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇവിടെ റെയിനിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ. ഞാൻ ആകാശത്തു നിന്ന് വരുന്നതാണ്, പക്ഷേ ഞാൻ എന്താ ബാഡല്ല. അങ്ങനെ കുറേ ക്ലൂസ് കൊടുത്തിട്ട് അതിൻ്റെ ആൻസർ നമ്മൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതേപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യു ഓപ്പൺ മീ, നിങ്ങൾ എന്നെ തുറക്കും. വെൻ ദ ക്ലൗഡ്സ് പോർ ഡൗൺ യു ഫോൾഡ് മീ. വെൻ ദ റെയിൻ സ്റ്റോപ്സ് വാട്ട് ആം ഐ? അല്ലേ, നിങ്ങളെന്നെ ഓപ്പൺ ചെയ്ത് മേഘത്തു നിന്നും വീഴുന്ന എന്താണ് തുള്ളികളിലെ മേലെ റെയിൻ ഡ്രോപ്പുമായിട്ട് നിങ്ങളെ കെയർ ചെയ്യും. ഞാൻ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണിത്? അംബ്രല്ല. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അംബ്രല്ലേൻ്റെ ചിത്രം ഒട്ടിക്കുകയോ അല്ലെങ്കിൽ വരയ്ക്കുകയോ ചെയ്യട്ടോ. ഇതുപോലെ 2 എക്സാമ്പിൾ എഴുതാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഐ കം ഇൻ മെനി കളേഴ്സ്. ഞാൻ ഒരുപാട് കളേഴ്സ് ആയിട്ടുണ്ട്. ഐ ആം ജസ്റ്റ് ഫോർ ദ റെയിൻ കീപ്പിംഗ് യു ഡ്രൈ. നിങ്ങളെ മഴയിൽ നിന്നും മഴ കൊള്ളാതെ ഉണക്കി രക്ഷപ്പെടുത്തും ഞാൻ. വാട്ട് ആം ഐ? ഞാൻ ആരാണ്? റെയിൻ കോട്ട്. ഇനി അടുത്തത്, ഐ പോർ ഡൗൺ ഓൺ ദ റൂഫ്സ്. ഐ വാട്ടർ ദ പ്ലാന്റ്സ്. വാട്ട് ആം ഐ? അല്ലേ, ഞാൻ എന്താണ് റൂഫ്സിലൊക്കെ വന്ന് വീഴും. എന്താണ്, ഞാൻ പ്ലാന്റ്സുകൾക്ക് വാട്ടർ കൊടുക്കും. ആരാണ് ഞാൻ? റെയിൻ. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് നോക്കാം. Look at the pictures and note the words under each picture. Match the words with their meaning and write them in the space provided. അല്ലേ, താഴെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് കുറച്ച് വേർഡ്സും എഴുതിയിട്ടുണ്ട്. അത് അർത്ഥം അറിഞ്ഞിട്ട് അതിന് താഴെയുള്ള കോളത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഡ്രിസിൽ, ഷവർ, ഡൗൺ പോർ, റെയിൻ സ്റ്റോം, സൺ ഷവർ, ഹെയിൽ സ്റ്റോം. അല്ലേ, ഇനി നമുക്ക് എന്താണ് കോളംസിൽ നോക്കാം. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എ സഡൻ ഹെവി ഫാൾ ഓൺ ഹെയിൽ സ്റ്റോൺസ്. ഹെയിൽ സ്റ്റോൺസ് വന്നാൽ ഉണ്ടാവും. ഹെയിൽ സ്റ്റോമിൻ്റെ പിക്ചർ ഏതാണ് അത് നോക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. എ വെരി ലൈറ്റ് റെയിൻ ഫോളിങ് സ്ലോലി ആൻഡ് സ്റ്റീറ്റ്ലി
heavy and intense rainfall, light fall of rain while the sun shines, a sudden rain along with a strong wind, light rain that comes and goes. ഇതൊക്കെ പിക്ചറിൽ നോക്കിയിട്ട് അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിക്ചർ നോക്കിയിട്ട് ശരിയാണോ നോക്കാൻ ചെക്ക് ചെയ്യുക കേട്ടോ. എ വെരി ലൈറ്റ് റെയിൻ ഫോളിങ് സ്ലോലി ആൻഡ് സ്ട്രിക്ട്ലി drizzle അല്ലേ, drizzle, heavy and intense rainfall, downpour, light fall of rain while the sun shines, sun shower, a sudden rain along with the strong wind, rainstorm, light rain that comes and goes, shower. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കുറച്ച് ആക്ടിവിറ്റീസേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. എല്ലാം നന്നായിട്ട് മനസ്സിലാക്കുക, റീഡ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.